ഹലോ ഗായ്സ്, കുറേ നാൾ കൂടി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ കോലം കണ്ടില്ലേ, എന്തൊരു കോലമാണ്. മുടിയൊക്കെ കണ്ടില്ലേ, ചകിരി പോലെ ഇരിക്കുന്നത്. അതുപോലെ ഫേസും എല്ലാം ഒരു മാതിരിയായിപ്പോയി. ഇനി ഇതൊക്കെ എങ്ങനെ നേരെ ആക്കുമോ എന്തോ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ കുറേ നാൾ കൂടി നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. എന്നാലും വേണ്ടില്ല, കുറച്ച് വൈബാക്കിയേക്കാം. അപ്പോൾ കുറച്ച് പാട്ടൊക്കെ കേട്ടപ്പോഴത്തേ ഒരു ആശ്വാസം. നമ്മുടെ കോലത്തിനെ പറ്റിയൊക്കെ ഉള്ള ഒരു കാര്യമൊക്കെ മറന്നുപോയി. പിന്നെ ഞാൻ ഓർത്ത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിനുള്ള തത്രപ്പാടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് റെഡി ആയാലോ. അപ്പോൾ ഇതേ മുടി ഒന്ന് സെറ്റാക്കി എടുത്തപ്പോൾ തന്നെ നമ്മുടെ ഒരു കോലം തന്നെ മാറിയിട്ടോ. അപ്പോൾ നമ്മുടെ മുടിക്ക് എന്തുമാത്രം പ്രാധാന്യമാണ് ഉള്ളത്, നമ്മുടെ കംപ്ലീറ്റ് ലുക്കിനെ മാറ്റിമറിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മേക്കപ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു മേക്കപ്പിലെല്ലാം ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും പ്രൊഫഷണൽ മേക്കപ്പിനുള്ള എന്തെല്ലാം പ്രോഡക്റ്റ്സ് ആണോ അതെല്ലാം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദേ മോയ്സ്ചറൈസർ, ടോണർ ഇതൊക്കെ അപ്ലൈ ചെയ്തു. അതിന് ശേഷം ദേ മാക്കിൻ്റെ പ്രിപ്പ് ആൻഡ് പ്രൈം യൂസ് ചെയ്തു. പിന്നെ മാക്കിൻ്റെ കറക്റ്റർ പാലറ്റിൽ നിന്ന് നമ്മളൊരു ഓറഞ്ച് ഷെയ്ഡ്, ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ഇതേ എടുത്തിടുവാണ്. അപ്പോൾ ആ കണ്ണിൻ്റെ അടിയിലുള്ള ആ കുഴിവുകളും ചുളിവുകളും ആ ഒരു നിറമാറ്റവും എല്ലാം നമുക്ക് അങ്ങ് കവർ ചെയ്യാൻ പറ്റും. ദെൻ നാഴ്സിൻ്റെ എന്തുവാ നാഴ്സിൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്. എന്തുവായിരുന്നു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ കൺസീലർ ഇടുമ്പോൾ തന്നെ നമ്മുടെ ഐയുടെ ആ ഒരു ഏരിയ നമുക്ക് ഐ മേക്കപ്പ് ഇടാൻ റെഡി ആവും. അടുത്തായിട്ട് നമ്മൾ അനസ്താഷ്യ ബ്യൂറി ഹെൽസ് പാലറ്റിലെ ഒരു ബ്രൗൺ കളറാണ് എടുത്തിടുന്നത്. ഈ ഒരു ബ്രൗൺ കളറിൽ നിന്ന് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് ഇട്ട് ഡാർക്ക് ബ്രൗൺ ആക്കി, അതിനും കൂടുതൽ ബ്രൗൺ ആക്കി, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വേണം കളർ വരാനായിട്ട്. ദെൻ അടുത്തായിട്ട് നമ്മൾ ഹ്യൂഡ ബ്യൂട്ടി റോസ് ഗോൾഡ് പാലറ്റിലെ ഒരു 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 മെറ്റാലിക് ഷെയ്ഡാണ് ഇടുന്നത്. ഇതൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അത് ഇടുമ്പോൾ തന്നെ ആ കണ്ണിൻ്റെ ഒരു ഭംഗി നോക്കി. ഇനി നമ്മൾ നന്നായിട്ട് കണ്ണൊക്കെ എഴുതി കൊടുക്കണം, എന്നാലാണ് ആ ഒരു ഐ മേക്കപ്പിന് ഒരു ഭംഗി വരുന്നത്. അതിനായിട്ട് നമ്മൾ ഇംഗ്ലോട്ടിൻ്റെ ഐ കാജലാണ് യൂസ് ചെയ്യുന്നത്. എക്സ്ട്രീം ഡാർക്കായിട്ടുള്ള കണ്ണെഴുത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഇംഗ്ലോട്ടിൻ്റെ കാജൽ അടിപൊളിയാണ്. ദെൻ നമ്മൾ ഇച്ചിരി മസ്കാരം കൂടി ഇട്ട് കൊടുക്കുന്നു. ദെൻ നാഴ്സിൻ്റെ ഫൗണ്ടേഷൻ ഇതിലായിട്ടും തൊട്ട് കൊടുക്കുന്നു. കാരണം സൂപ്പർ ഫിനിഷിംഗ് ഉള്ള ഒരു ഫൗണ്ടേഷനാണ് നാഴ്സിൻ്റെ ഫൗണ്ടേഷൻ. വളരെ കുറച്ച് മാത്രം മതി, ഒരുപാട് എടുത്തിടണ്ട. നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ കറക്റ്റ് കളർ ഇട്ട് കൊടുക്കുക. ദെൻ നമ്മൾ ഹ്യൂഡ ബ്യൂട്ടിയുടെ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ടാറ്റയുടെ കൺസീലർ ഒന്നുകൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഹൈലൈറ്റിംഗ് പോർഷനിലൊക്കെ. അപ്പോൾ ഇതും കൂടെ ഇടുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു കണ്ണിൻ്റെ അടിയിലുള്ള ആ ഒരു ഡാർക്ക് സർക്കിളും അത്യാവശ്യം സ്പോട്ടും എല്ലാം കവറായിട്ട് നല്ലൊരു ഫിനിഷിങ് വരും. ദെൻ എയർ ബ്രഷ് സെറ്റിംഗ് സ്പ്രേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷാർലറ്റ് ടിൽബറിയുടെ എയർ ബ്രഷ് സെറ്റിംഗ് സ്പ്രേ. ദെൻ ഡയറിൻ്റെ കാജൽ, അതിൻ്റെ ആ ഒരു ക്യാപ്പൊക്കെ കണ്ടു ഒരു പ്രത്യേക രീതിയിൽ. അപ്പോൾ ഈ ഡയറിൻ്റെ കാജൽ വെച്ചിട്ട് നമ്മൾ ലൈറ്റായിട്ട് നമ്മുടെ കണ്ണിൽ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ദെൻ കഴിഞ്ഞില്ല കേട്ടോ. എൻ്റെ അമ്മ ശ്വാസം കിട്ടുന്നില്ല. ഒറ്റ നോൺ സ്റ്റോപ്പായിട്ട് പറയുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും കേട്ടോ. ദെൻ നമ്മൾ ഐബ്രോസും എല്ലാം ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ദെൻ സെഫോറയുടെ ഒരു ലിപ് ഷെയ്ഡാണ് നമ്മൾ ഇടാൻ പോകുന്നത്. സെഫോറയുടെ ലിപ് ഷെയ്ഡ് 80 ആണ് നമ്മൾ ഇടുന്നത്. ദെൻ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ഗ്ലാസ് സ്കിൻ ഗ്ലോസി ഫിനിഷ് മേക്കപ്പാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് നമ്മൾ ഹ്യൂഡ ബ്യൂട്ടിയുടെ ലിപ് ഗ്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര തിളക്കമാണ് കേട്ടോ. ഇത് ഇടുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ലുക്ക് നമുക്ക് കിട്ടും. അടുത്തായിട്ട് മാക്കിൻ്റെ പൗഡർ ബ്ലഷാണ്. ഇത് നമുക്ക് ഗ്ലോ ഒന്നും തരില്ല, ജസ്റ്റ് കവളൊക്കെ തൊടുത്തിരിക്കാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഗ്ലോ തരുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ഡയറിൻ്റെ ഹൈലൈറ്റർ വന്നിട്ട്. ഇത് ഭയങ്കര സൂപ്പർ പ്രോഡക്റ്റാണ്, ഭയങ്കര ഗ്ലോ ആണ്. ഇത്രയും ഗ്ലോ ഉള്ളൊരു ഹൈലൈറ്റർ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് ഫെൻറ്റി ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ്. ഇതും എക്സ്ട്രീം ഗ്ലോ തരുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റിൻ്റെ ആയപ്പോൾ കണ്ടോ നല്ലൊരു ഗ്ലോ വരുന്നില്ലേ. അടുത്തായിട്ട് നമ്മൾ ജ്വല്ലറീസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ജ്വല്ലറീസ് വന്നിട്ട് സൈറ ബ്രൈഡൽ ഹബ് തൊടുപുഴയിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടിപൊളി ജുമുക്കാസ് ആണ് കേട്ടോ. നല്ല ഡയമണ്ട് സ്റ്റോൺസ് വരുന്ന ജുമുക്കയാണ്. അതുപോലെ തന്നെ വളയും പിന്നെ ആ ഒരു റിങ്ങും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു കോസ്റ്റ്യൂമിന് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൽ ആ വർക്കൊക്കെ ഉണ്ട്, എന്ത് രസമാണെന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് എടുത്ത ഒരു ബ്ലൗസാണിത്. ഇതിലെ ആ ഒരു മെറ്റീരിയലൊക്കെ നമ്മൾ ഡൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. റോസ് സിൽക്ക്, വൈറ്റ് റോസ് സിൽക്ക് വാങ്ങിയിട്ട് നമ്മൾ ഡൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല രസമാണ്. ആ ഒരു കംപ്ലീറ്റ് ആ ഒരു സിൽവർ ബ്ലൂ കളർ കോമ്പിനേഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് നമ്മുടെ സ്കേർട്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് കാണിക്കാത്തത്. അപ്പോൾ ഈ ബ്ലൗസിന് മാച്ചിങ് ആയിട്ട് വേറെ സ്കേർട്ട് നമ്മൾ ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്കേർട്ട് അത്ര ശരിയായില്ല. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എല്ലാ കമൻറ്റും നമ്മൾ വീഡിയോയിൽ രേഖപ്പെടുത്തണം. അപ്പം ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.